ഏതൊക്കെയാണ് സ്ഥലങ്ങൾ പോയത്? കുരിശുമല വ്യൂ പോയിന്റ്, കോഴിപ്പാറ വാട്ടർ. അങ്ങനെ നമ്മുടെ കക്കാടംപൊയിലേക്കാണ് നമ്മുടെ യാത്ര. ഇന്ന് നമ്മുടെ പുതിയ ഒരു വിശിഷ്ടാതിഥിയായ സബാഹും കൂടെയുണ്ട്. സബാഹ് വരൂ, വ്ളോഗിലേക്ക് വരൂ. ഇതുപോലുള്ള സ്ഥലങ്ങളിൽ ഇങ്ങനെ കുട്ടികൾ ഇറങ്ങി പോകുന്നത് അനുകരിക്കരുത്. മലവെള്ളപ്പാട്ടിലൊക്കെ ഓടാമഞ്ഞിൻ ഓയ് വരൂ, ഓടാമഞ്ഞിൻ ഓയ് ഓയ്. ചോറിടാൻ വേണ്ടിയിട്ട് ഒരു ഫോട്ടോ അവിടെ എടുക്കാം. ഇപ്പോൾ ഫോഗ് കിട്ടിയിട്ടുണ്ട്. പറയൂ, എങ്ങനെയുണ്ട് നമ്മുടെ? എന്താ പറയാ, ഫുള്ള് പോഗ്. ഇതാണ് പുതിയ ആള് സബാഹ്, നമ്മുടെ അതിഥിയാണ്. പുതിയതായി വ്ളോഗിലേക്ക് വന്ന അതിഥി. കാശ്മീര് പോയപ്പോ കണ്ടില്ല. അതെ, മിസ്റ്റി റിസോർട്ട്. നമുക്കൊന്ന് റിസോർട്ടിൽ സ്റ്റേ ആക്കിയാലോ? സമയം ഇങ്ങനെ പോകും. മറ്റേ ഡോക്ടർ, മറ്റേ ഓപ്പറേഷൻ തിയേറ്ററിൽ നിൽക്കുന്ന ഡോക്ടർ, അതേ പ്രസവത്തിലൊക്കെ നിൽക്കുമ്പോ ഉണ്ടാവില്ല. അതെ, ഞാൻ പുതിയ ഡോക്ടറായി. ഇതാണ് മിൻഷാൻ. എങ്ങനെയുണ്ട്? എവിടെയാണ് പോണത്? കുരിശുമലയാണ് നമ്മൾ പോകുന്നത്. ഓഫ് റോഡാണ്. അവിടെ പോയിട്ട് നടന്നീല കാര്യം. എല്ലായിടത്തും ഒന്ന് ലീവാണ്. അല്ലെങ്കിൽ ഏത് പൊട്ടന്മാരാ റെഡ് അലേർട്ടിനൊക്കെ ഒരു വൈക്ക് പോകും. അതിപ്പോ ഇവൻ അസ്വസ്ഥരാണ്. ഇവൻ മന്തി കഴിച്ച സാറ്റിസ്ഫൈഡ് ആവുന്ന പറഞ്ഞത്. ഇതാ ഇപ്പൊ ഫോറസ്റ്റുകാരൻ വന്ന് പറഞ്ഞു, നിങ്ങളൊന്നും ഏത് ഇവിടെ ജീവിക്കുന്ന ആൾക്കാരാണ്, റെഡ് അലേർട്ട് ഉള്ളതൊന്നും നമ്മൾ ശ്രദ്ധിക്കണില്ല എന്നാ ചോദിച്ചത് അല്ലേ? അപ്പൊ ഇത് എവിടെയാണ്? ഏത് നമ്മുടെ എന്തിനു ആദ്യം പോയ സ്ഥലം നടന്നില്ല, അതുകൊണ്ട് വെള്ളച്ചാട്ടം അല്ല പോന്ന് വരുന്ന വഴിക്ക് മറ്റേ കല്ലൊക്കെ ഇടിഞ്ഞു വന്ന് നടക്കുന്നുണ്ട്. അതുകൊണ്ട് മാക്സിമം റെഡ് അലേർട്ട് ഉള്ള സമയത്ത് യാത്രകൾ ഒഴിവാക്കുക. അതാണ് ഇപ്പൊ പറയാനുള്ളത്. അടച്ചിട്ട് എന്നിട്ട് അതിന്റെ അപ്പുറം വെള്ളച്ചാട്ടം തുറന്നിക്കണു എന്ന് ഓരോ പൊട്ടന്മാര് ഓനൊക്കെയാണ് പറഞ്ഞില്ലേ. പറഞ്ഞിട്ടൊരു കാര്യമില്ല. ലബന് ഓനാണെങ്കിൽ ഫുദ്ദേ എന്നല്ലാതെ വേറെ ഒന്നിനും വായ ഉടക്കൂല. ഓനിപ്പോ ചായ ഇട്ടാകും മതി, അല്ലാതെ ഇവിടേക്ക് വരണമെന്നൊന്നുമില്ല.
സാറ് വന്നുകൊണ്ടാണ് പറഞ്ഞത് എന്ത് റെഡ് അലേർട്ടിൻ്റെ അന്ന് എന്ത് നിങ്ങൾ യാത്ര ചെയ്യണത് ഒഴിവാക്കണം എന്നൊക്കെ പറഞ്ഞു. അതുകൊണ്ട് വെള്ളച്ചാട്ടവും പാളി. സമൂഹത്തിന് ബോധമില്ല. കുഴിമന്തിയും കഴിച്ചിങ്ങനെ നടന്നാൽ മതിയോ? ഓനെ കാണിച്ചു കൊടുത്താ, ഓനെ സൂം ചെയ്ത് കൊടുത്താ. തിന്നാനായിട്ട് ജനിച്ചൊരു ജന്മം, വേറെ ഒന്നുമില്ല. അപ്പൊ എന്തായാലും 2 പ്ലാനും പോയി. എന്ത് ഏതൊക്കെയാണ് സ്ഥലങ്ങൾ പോയത്? കുരിശുമല വ്യൂ പോയിന്റ്, അതും മൂഞ്ചി. കോഴിപ്പാറ വാട്ടർഫാൾസും മൂഞ്ചി. ഇത് ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ഞങ്ങളുടെ കാര്യമില്ല പൊട്ടന്മാര്. എല്ലാ പ്ലാനും മുഞ്ചിയപ്പോൾ ഇങ്ങനെ ഒരു സ്ഥലം കിട്ടി. അപ്പോൾ അതിങ്ങനെ ഒന്ന് വീഡിയോ എടുത്ത് അയച്ചു. നല്ല കുത്തനെ കയറ്റാണ്. അങ്ങനത്തെ കിടത്തോ? ഇത് നല്ല വൈബ് സ്ഥലം കേട്ടോ. കാരണം അഡ്വഞ്ചറാണ്. ഒരാൾ പോലും ഇല്ലാത്ത സ്ഥലത്തിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ഇതിലൂടെ ആരും നമ്മൾ സഞ്ചരിക്കാത്ത ഇടങ്ങളിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. വളരെ മനോഹരമായ പാതയിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. ഇവിടെ നിന്ന് കണ്ടോ, ഇത്തരത്തിലുള്ള റോഡുകളാണ് നമുക്ക് സമ്മാനിക്കുന്നത്. വാട്ടർ ക്രോസിംഗ് ഉണ്ട്. ചാടോ അപ്പളേ കേരണ്ട പറഞ്ഞതാ. വെള്ളം മുങ്ങിയോ? അപ്പൊ എനിക്ക് അധികാരം അതെടുക്ക് മതിയടാ, തിരിച്ചു പോവാ. നമ്മ നടന്നു പോണത്. വണ്ടി നല്ല മുട്ടം പണിയിട്ടും നമുക്ക് ഇവിടെ സൈഡാക്കാം. വണ്ടി ഇവിടെ സൈഡാക്കിയിട്ട് ഇനി നമുക്ക് നടന്നു പോവാം. മറിച്ചു അറിയുമ്പോ അവിടെ റിസോർട്ടിന്റെ വാട്ടർ സൈഡ് ഉണ്ട്. ആ റിസോർട്ടിൽ കഴിഞ്ഞാൽ 2.5 കിലോമീറ്റർ ഉണ്ടാവും. ആ റിസോർട്ട് കൂടി നമ്മൾ കിട്ടിയില്ല. ഇതുകൂടി വണ്ടി പോകാനുള്ള സ്ഥലം വെച്ചോ. അറിയോ ഏതായാലും വെള്ളച്ചാട്ടം റേഞ്ച് ഇല്ല, ഒരു റേഞ്ചും ഇല്ലാത്ത സ്ഥലം. ഇനി എന്താണ് ഏതോ ഒരു റോട്ടിൽ കൂടി വണ്ടി, ഏതോ 2 ചെങ്ങായിമാരെ നേരത്തെ പറഞ്ഞു. എന്നിട്ട് ഓലിയെ കാണാനുമില്ല. ഓല് നമ്മളെ ഒറ്റ മൈൻഡിൽ പോയിക്കാണ്ട് സൈലൻസറൊക്കെ വെള്ളത്തിൽ മുങ്ങിക്കണ്. അല്ല, ആ ചെങ്ങായിമാരെ ഒറ്റ മൈൻഡിൽ പോയാലോ, എന്നിട്ട് ആ ചെങ്ങായിമാരെ കാണാനും. ആ നമ്മളപ്പം ജോയിൻ ചെയ്ത് തരും. പിന്നെ ഓലില്ല. അപ്പൊ അത്തരത്തിലുള്ളവരെ നമ്പാതിരിക്കുക. നല്ല ഒരു വ്യൂ ഉണ്ടല്ലോ അവിടെ. ഇവിടക്ക് എന്താണ് ഉച്ചക്ക് 12 പോകാനായി. ഓക്കെ, അതാണ് പാന്തർ. ഇവിടെ എന്താണ് നമ്മുടെ ഇവിടേക്ക് എന്താ പറഞ്ഞത്? പാന്തർ, ബ്ലാക്ക് പാന്തർ മൗണ്ടെയിൻ എന്ന് പറഞ്ഞ് പോകുന്നു. കുറെ കിലോമീറ്റർ ഉള്ളിലേക്ക് വന്നു. ഏതായാലും നല്ലൊരു വ്യൂ കിട്ടിയാൽ വീഡിയോയിൽ ഉൾപ്പെടുത്താം. ബ്ലാക്ക് പാന്തർ എന്ന സ്ഥലം തപ്പി വന്നിട്ട് ഇവിടെ നമ്മൾ അറിഞ്ഞില്ല. ഇവിടെ ഒരു ബോർഡൊക്കെ കണ്ടോ? ഒരു വനത്തിന്റെ ബോർഡൊക്കെ കണ്ടോ? ഇനി എന്താണ് പേര് പറഞ്ഞത്? പുൽമേടോ? 1 കിലോമീറ്റർ അല്ലേ? ഞാൻ അവിടെ എത്തിക്ക് നോക്കാം. ഏതായാലും 1 കിലോമീറ്റർ കൊണ്ടൊന്ന് പോയി നോക്കാം. അയ്യോ, ഇത് എക്സ്ട്രീം ഇതാണല്ലോ. ഓക്കെ, യാത്രകളിൽ ഒരുപാട് എന്തുണ്ട് തടസ്സങ്ങൾ. ഇൻട്രസ്റ്റിംഗ് പുറത്ത് കടക്കാൻ പറ്റൂല എന്നൊക്കെയാണ് എഴുതി. ഈ വീഡിയോയിൽ ലാസ്റ്റ് ഫോറസ്റ്റിന്റെ അടുത്തുനിന്ന് ഫൈൻ കിട്ടുന്നതോ ജയിൽ വ്ളോഗായി മാറും. നല്ല രസമുണ്ട്. കാട്ടുനെണ്ടുകൾ ഇതാ വിളയാടുന്ന സ്ഥലമാണിത്. ഇവിടെ ഇതാണ് കാട്ടുനെണ്ടുകൾ. ഓ, ആക്രമിക്കരുത്. വന്നൊരു കുളമൊക്കെ കണ്ടു തുടങ്ങി. ഇതുവരേക്കും നമ്മുടെ സ്പോട്ട് എത്തിയിട്ടില്ല. അവിടെ ഒരു ചെറിയ വെള്ളച്ചാട്ടത്തിൻ്റെ തുടക്കങ്ങൾ കാണുന്നു. ക്ഷീണിച്ചു, എല്ലാവരും ക്ഷീണിച്ചു, സ്വഭാവം ക്ഷീണിച്ചു. ഇതാ ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഫോറസ്റ്റിലേക്കുള്ള എൻട്രിയിലൂടെയാണ് ഞങ്ങളുടെ യാത്ര തുടങ്ങുന്നത്. ഇനി എനിക്ക് ഫോറസ്റ്റ് തെളിയിക്കാൻ എന്തെങ്കിലും വേണോ? അതാ വെള്ളം സ്റ്റാർട്ട് ചെയ്യുന്നു. ഇതിപ്പോ എന്താ പ്രശ്നം? മറ്റേ നമ്മളെ അഡ്മിക്ക് പോകുമ്പോഴല്ലേ അവിടെ ഇന്ന സാധനം ഉണ്ട് എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് പോണേ. എന്താണ് ഇത് പ്രതീക്ഷ ഇല്ലാത്ത യാത്ര. പക്ഷെ കോട ഇറങ്ങി തുടങ്ങുന്നു. നമ്മളെ യാത്ര ഇവിടെ നിർത്തുകയാണ്. നല്ല മഴയാണ്, പോരാത്തിന് റെഡ് അലേർട്ട്.
പുറത്തേരെങ്ങാനും കണ്ടിന്യൂ പിടിച്ചു കഴിഞ്ഞാൽ അതിന് ആൾക്ക് വെച്ച് 10-25,000 കൊടുക്കേണ്ടി വരും. അതാണ് നമുക്ക് പോലെ വഴി. ഇനിയുള്ള വഴിയൊക്കെ ഫുള്ള് കല്ലുമുട്ടിയും മേലക്കാണ്. ഇപ്പം കണ്ടില്ല സ്കൂൾ പോവാതിരിക്കാൻ തലിക്കൂടി തന്നിട്ടാണ് ഇത് അങ്ങനെ ഒരു ജന്മം. ഇതങ്ങോട്ട് വളരെയധികം ഉയരത്തിലുള്ളതാണ്. എന്തെങ്കിലും ആരെങ്കിലും വരുന്നെങ്കിൽ പ്രതീക്ഷ വഴി ഇങ്ങനെ ഇനി കുത്തന കയറ്റാൻ ഇങ്ങനെ നമ്മളിപ്പോ കയറി ഫുള്ള് കോട ഇറങ്ങി. അപ്പൊ എന്താണ് ഈ വീഡിയോ ഇവിടെ നമ്മുടെ മിഷൻ എന്ത് ചെയ്യാ, മിഷൻ അബോർട്ട് ചെയ്യുകയാണ്. കാരണം നമ്മുടെ ലൈഫും കൂടി നോക്കണം. പക്ഷെ ഇതൊരു അഡ്വഞ്ചർ ആയിരുന്നു. റെഡ് അലേർട്ടിന് ആരും ഇങ്ങനെ അനുകരിക്കാതിരിക്കുക, അത്രയാണ് പറയാനുള്ളത്. അങ്ങനെ വേറൊരു സ്പോട്ട് നമുക്ക് കിട്ടി. എന്താണ് ഇതിന്റെ പേരെന്താന്നും ചോദിക്കരുത്, ഞങ്ങൾക്ക് അറിയില്ല. വെള്ളച്ചാട്ടം സ്പോട്ട് അല്ലേ ഇതൊക്കെ. നിന്റെ പല്ലിന്റെ ഉള്ളിൽ ഭയങ്കര കാറ്റാണ്. ഒരു സ്വഭാവം പറയുന്നത് കാറ്റ് തോന്നുന്നില്ല. അവൻ വളരെ ചെല്ലിപ്പാട് അവിടെ കൂട്ടി കീറിപ്പോയി. അവിടെ അതേ കാറ്റ് അപ്പൊ നമുക്ക് എന്താണ് ലോകം അവസാനിപ്പിക്കല്ലേ? ഇനി തിന്നണം. ഇവന് പ്രശ്നമാക്കുന്നു. അപ്പൊ ഞങ്ങൾ പോവാണ്.